കഥയിലത് ജീവിതത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അമൃത ടിവിയും കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസസ് അതോറിറ്റിയും ഒന്നിക്കുന്ന ഈ പരിപാടിയിൽ ഇന്ന് നമുക്ക് നിയമസഹായം നൽകുവാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള കെൽസ പാനൽ മെമ്പേഴ്സ്, ജുഡീഷ്യൽ മെമ്പർ ബഹുമാന്യ ജഡ്ജ് ശ്രീമതി സുപ്രഭ, അഡ്വക്കേറ്റ് മെമ്പർ ശ്രീ ഭുവനേന്ദ്രൻ നായർ, സാമൂഹ്യ പ്രവർത്തകൻ ശ്രീ ശിവദാസ്. എല്ലാവർക്കും സ്വാഗതം. രണ്ടുപേര് പറയുന്നതും ന്യായമാണ്. ഇവർക്ക് ഈ പൈസ ഇല്ലാതെ അവർക്ക് ചെലവ് നടത്താൻ പറ്റില്ല. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. നല്ല നിലയ്ക്ക് കുട്ടിയെ പഠിപ്പിക്കണം. ഗവൺമെൻറ് സ്കൂളായാലും എന്തായാലും ആ കുട്ടിയെ പഠിപ്പിക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ഒരു കുട്ടി വളർന്നു വരുന്നതിൻ്റെ ചിലവുകളുണ്ട്. ആഹാരമുണ്ട്. ആ കുട്ടികൾക്ക് വല്ലത് അത്യാവശ്യം. ഒരു കുട്ടി വന്നിട്ട് അമ്മ എനിക്ക് ആ മുട്ടായി മേടിച്ചു തരും എന്ന് പറയുമ്പോൾ എൻ്റെ അടുത്ത് പൈസ ഇല്ല എന്ന് പറയാൻ ഒരു അമ്മയ്ക്കോ ഒരു അച്ഛനോ കഴിയില്ല. എങ്ങനെയെങ്കിലും അത് മേടിച്ചു കൊടുക്കണം എന്നല്ലേ തോന്നുക. അപ്പം അതുകൊണ്ട് ചിലവ് ഈ കുട്ടി പറയുന്നത് ശരിയാണ്. 5000 ഉറുപ്പ്യ ഉണ്ടെങ്കിൽ പോലും തികയില്ല സംഗതിയാണ്. ഒരു സുഖമില്ല പറഞ്ഞാൽ ഡോക്ടറെ അടുത്ത് പോകണമെങ്കിൽ ഇന്ന് 100-150 ഉറുപ്പ്യയിൽ കുറഞ്ഞ ഒരു സാധാരണ MBBS ഡോക്ടർ പോലും നോക്കില്ല. പക്ഷെ വരുമാനത്തിനനുസരിച്ച് ചെലവാക്കുക എന്നുള്ളതും മാഡം പറഞ്ഞ പോലെ വളരെ ഇമ്പോർട്ടന്റ് കാര്യമാണ്. നമുക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടുപോയി പഠിപ്പിക്കാം. മാസം 10,000 രൂപയുടെ ഫീസുള്ള സ്കൂളുണ്ട്, 30,000 രൂപ കൊടുക്കേണ്ട സ്കൂളുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ നമ്മൾ ഉള്ളതിൽ കൊള്ളാവുന്നത് എന്നാൽ നമ്മുടെ വരുമാനത്തിന് ഒതുങ്ങി ചെയ്യുന്നതാണ് എപ്പോഴും കരുണീയമായിട്ടുള്ളതും സേഫായിട്ടുള്ളതും. ഞാൻ പറഞ്ഞില്ലേ, ഈ 6 മാസത്തെ കാലയളവ് ഞാൻ പറഞ്ഞു വെച്ചാൽ എനിക്ക് ട്രെയിനിങ് പീരീഡ് പോലത്തെ ഒരു പീരീഡാണ്. ഓക്കെ, അത് എനിക്ക് അതിൽ ഈ ബോർഡിൽ കയറുന്നുണ്ടെങ്കിൽ ഇതിൻ്റെതായ നേതാക്കന്മാരും മറ്റുള്ള ആൾക്കാരും പോയി കണ്ട് സംസാരിച്ച്, അത് മഞ്ചേരി പോയി തിരുവനന്തപുരം ഇവിടം വരെ പോയി വന്നിട്ട് വേണം ആ സാധനം എൻ്റെ കയ്യിൽ കിട്ടണമെങ്കിൽ. ഈ സാധനം കയ്യിൽ കിട്ടിയ എനിക്ക് അക്കൗണ്ടായി. ഈ അക്കൗണ്ട് ആകുമ്പോൾ നിങ്ങൾ പറഞ്ഞ മാതിരി ആകെ ഞങ്ങൾക്കൊരു സീസൺ വരുന്നത് കൊയ്ത്ത് നടക്കുമ്പോഴാണ്. ഈ കൊയ്ത്ത് നടക്കുമ്പോൾ ഈ യൂണിയന്മാർ മൊത്തം 17 രണ്ടാൾക്ക് സുഖമില്ല, എന്നാലും 16-17 ആൾക്കാർ അവരുടെ ഒരു വർഷത്തെ സമ്പാദ്യം ഉണ്ടാക്കി വെക്കുന്നത് ഈ ഒരു കൊയ്ത്ത് സീസണിലാണ്. അത് എനിക്ക് മനസ്സിലായത് ഈ കഴിഞ്ഞ മാസം 15-ാം തീയതി ഞാൻ കയറിയതിൻ്റെ പേരിലാണ് എനിക്കത് മനസ്സിലായിട്ടുള്ളത്. ബാക്കിയുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാസം ശമ്പളമാകുമ്പോൾ നമുക്ക് 6 മണിക്ക് പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ 6:30 മുതൽ ഞങ്ങളിവിടെ ഒരു ഇരുത്തുണ്ട്. ഏതെങ്കിലും വണ്ടി പോകുന്നുണ്ടെങ്കിൽ അതിന് ചാടി കയറി കഴിഞ്ഞാൽ ആ പൈസ ഞങ്ങൾക്ക് ബോർഡിൽ അടക്കണ്ട. അത് ഞങ്ങൾക്ക് ചിലവിന് കിട്ടുന്ന പൈസ. അപ്പോൾ ഇപ്പോൾ ചിലവിന് കിട്ടിക്കഴിഞ്ഞപ്പോൾ ചിലപ്പോൾ വീട്ടിൽ നിന്ന് ഇവിടെ കയറും, ചില മീൻ മേടിച്ചിട്ട് വാട്ടാം. അപ്പോൾ നമ്മൾ 1 കിലോ മീൻ മേടിക്കും. തക്കാളിയില്ല, പച്ചമുളകില്ല, ഉള്ളില്ല, അപ്പോൾ അത് മേടിച്ച് കുടിയേക്ക് ചെല്ലാണ്. അപ്പോൾ അവിടെ വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും വീട്ടിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഇത് നമ്മൾ ഈ പൈസ ആയിട്ട് നികത്തുമ്പോൾ ബാക്കിയുള്ള അവിടെ കിടക്കുക. അപ്പോൾ നമ്മുടെ മനസ്സിൽ എന്താ ചിന്ത വരിക, ആ ഒരു മാസം എടുത്തിട്ട് നമുക്ക് ലെവലാക്കാം. അപ്പോൾ ഇത് ഈ ഒരു മാസം ആയി കിട്ടണമെന്നുണ്ടെങ്കിൽ എനിക്ക് 6 മാസത്തെ കാലയളവ് വേണം. എന്നാലും എനിക്ക് ഈ ചിന്തിച്ച ചിന്ത അങ്ങനെയാണെങ്കിൽ ഇവിടെ പറഞ്ഞ 3000-4000 എന്നല്ല ഇൻകം വരിക. അപ്പൊ അങ്ങനെയാണെങ്കിൽ കാര്യം നമുക്ക് 6 മാസം 2000 അത് കഴിഞ്ഞിട്ട് ആരോഗ്യം ഉള്ളത് വരെ എനിക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. എനിക്ക് ആരോഗ്യം കാര്യം വെച്ചാൽ ഒരു ലോഡ് കല്ല് വന്നു, ഒരു കല്ല് 60 കിലോനാണ്. ഇത് വണ്ടിയിൽ നിന്ന് എടുത്തിട്ട് അട്ടിയിടണം. 6-7 ചിലപ്പോൾ 6 അട്ടി 7 അട്ടി ഇടണം. എനിക്ക് ആരോഗ്യം വേണം. ഞാൻ രാവിലെ ഒരു കട്ടൻ ചായ കുടിക്കുക, എന്നിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുക. 10 മണിക്ക് ചിലപ്പോൾ കിട്ടിയാലും കുറച്ച് കഞ്ഞി കുടിക്കും. പിന്നെ ഉച്ചയ്ക്ക് ചോറ വയ്ക്കണം. ഇൻ്റെ സമ്പാദ്യം ഈ പറഞ്ഞ മാറ്റ രീതിയിലുള്ള ഒരു കളി ഞാൻ കളിക്കുന്നില്ല. ഇവർ പറഞ്ഞ എല്ലാവരും അവസ്ഥയ്ക്ക് ഒത്തിരി ജീവിതം മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് പിന്നെ വേറെ എന്ത് സമ്പാദ്യം ഇതിലുണ്ടാവും നിങ്ങൾ പറയും. അല്ല, ഒരു കാര്യം വേണമെങ്കിൽ നമുക്ക് ഈ കുട്ടിയോട് ചോദിച്ചു നോക്കാം. ഈ പറയുന്ന പോലെ 6 മാസത്തേക്ക് ഈ 2000 ഉറുപ്പ്യ സമ്മതിക്കുക. 6 മാസം കഴിഞ്ഞ് ഇയാൾക്ക് കാർഡ് കിട്ടുമല്ലോ. കാർഡ് കിട്ടിയ മാസം ശമ്പളം ആവണ സമയത്ത് നിങ്ങൾക്ക് അപ്പോഴും ഞാൻ പറഞ്ഞത് വെച്ചാൽ അപ്പോഴും ഇത് ഒരു എന്താ പറയാ,
കിട്ടുന്നുണ്ട് പോറ്റെ എന്നുള്ള ഒരു ഇതില്ല. അത് അവിടെ അല്ല, അല്ല, ഇതിന്റേതായ അല്ല, ഒരു സുബേർ, സുബേർ, അങ്ങനെയല്ല, സിറ്റുവേഷനുകൾ അങ്ങനെ മനസ്സിലാക്കണം. പറഞ്ഞില്ല 6 മാസം കഴിഞ്ഞ് 3000 രൂപ വെച്ച് തന്നോട്ടെ. ഇപ്പൊ 2000 6 മാസം വരെ, 6 മാസം കഴിഞ്ഞ് 3000 വെച്ചേക്ക് തന്നാ മതി. അപ്പോൾ ഇതില് വിഷയങ്ങളുണ്ട്. കാര്യച്ചാല് അല്ല അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല സുബേർ. അല്ല, ഇതിപ്പോ ഒരു 1500 റുപ്യ ഒരു 15 ദിവസം കൊണ്ട് ഞാൻ കൊണ്ടുകൊടുത്തു. എന്നിട്ട് ഒരു 10-15 ദിവസം കഴിഞ്ഞിട്ട് ഒരു 1500 കൊണ്ടുകൊടുത്തപ്പോൾ 3000 പറഞ്ഞ കണക്കായി. പക്ഷെ അത് സ്വീകരിക്കാനുള്ള ഒരു മനസ്സിലാക്ക് വേണം. ഒന്നായിട്ടുണ്ട് കിട്ടണം പറഞ്ഞാൽ നടക്കില്ല. അത് അക്കൗണ്ട് കിട്ടാൻ മതി. ഒരു മാസം 3000 എന്റെ അക്കൗണ്ടിൽ വന്നാൽ മതി. 2 പ്രാവശ്യമായിട്ട് ഇട്ടാൽ മതി. അപ്പൊ അങ്ങനെ 2 പ്രാവശ്യമായിട്ട് ചിലപ്പോൾ ഞാൻ ഇടും, ചിലപ്പോൾ ഒരു പ്രാവശ്യമായിട്ട് ഇടും. എന്റെ കയ്യിൽ വരുന്ന അനുസരിച്ച് എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എനിക്ക് പരിധികളുണ്ട്. എന്റെ പരിധികളും പരിധികൾക്കകത്ത് നിന്നുകൊണ്ട് തന്നെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. അതെ അതെ, അതിന് കുഴപ്പമില്ലല്ലോ. അപ്പൊ അങ്ങനെ വെക്കാൻ. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്ക് വ്യവസ്ഥയിൽ ഒരു ചെറിയ ചേഞ്ച് വരുത്തിയാൽ മതി. ഇയാൾക്ക് SCITUവിന്റെ കാർഡ് കിട്ടുന്നവരെ, മാസ ശമ്പളം ആകുന്നത് വരെ 2000 ഉറുപ്പ്യ 5-6 മാസം കഴിഞ്ഞ മാസ ശമ്പളം എന്നല്ലേ പറഞ്ഞത്. ഇപ്പൊ ഒരു മാസമായി പണിക്ക് പോകാൻ തുടങ്ങിയിട്ട്. അല്ല, പിന്നെ ഇങ്ങനത്തെ ചിന്താഗതിയും കൊണ്ട് കാര്യങ്ങൾ നടക്കില്ല. ഞങ്ങള് കുറച്ച് മുതിർന്ന ആളുകൾ ഇവിടെ ഇതിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ട് തന്നെ ഇരിക്കുന്നത്. ഒരു മാസം കഴിഞ്ഞാത്തോണ്ടാണ് ഞാൻ അറിയുന്ന പോലെ ഇയാളെ സാർക്കൊന്നും അറിയില്ല. അത് വേറെ കാര്യം. ഏപ്രിൽ 6 മാസം വയ്ക്കുന്നത്. ഏപ്രിൽ തൊട്ട് 6 മാസം. ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ വരെ. സെപ്റ്റംബർ കഴിഞ്ഞ് 3000. 6 മാസം തന്നെ പറയുന്നത്. ആയിക്കോട്ടെ. 6 മാസം വരെ. അങ്ങനെ 6 മാസം വരെ 2000 രൂപയും സെപ്റ്റംബർ, ഒക്ടോബർ തൊട്ട് 3000 രൂപയും. എന്ത് പറയുന്നു സുബേർ? എന്നാണ് ഇത് 6 മാസം ഞാൻ കൊടുക്കേണ്ടവനാണ്. ഞാൻ എന്നും കൊടുത്തോണ്ടിരിക്കുന്ന ആളാണ്. ഞാൻ സമ്മതം. എനിക്ക് വേറെ വാദിയും എതിർകക്ഷിയും തമ്മിലുള്ള തർക്കങ്ങൾ താഴെ പറയുന്ന വ്യവസ്ഥ പ്രകാരം രമ്യമായി പരിഹരിച്ചിരിക്കുന്നു. 1. എതിർകക്ഷി തന്റെ മൈനർ കുട്ടികളായ 11 വയസ്സുള്ള അഫ്ര ഷെറീനും 6.5 വയസ്സുള്ള റിയ ഫാത്തിമയ്ക്കും പ്രതിമാസം 1000 രൂപ വീതം, ടോട്ടൽ 2000 രൂപ 2017 ഏപ്രിൽ 1 മുതൽ 2017 സെപ്റ്റംബർ മാസം വരെയും അതിനുശേഷം 2017 ഒക്ടോബർ മാസം മുതൽ 1500 രൂപ വീതം, ടോട്ടൽ 3000 രൂപ വീതം മെയിൻ്റനൻസ് നൽകാമെന്ന് സമ്മതിച്ചിരിക്കുന്നു. മേൽപ്പടി തുക ഹർജിക്കാരിയുടെ SBI എടപ്പാൾ ശാഖയിലുള്ള ജോയിന്റ് അക്കൗണ്ടിൽ ഓരോ മാസവും 10-ാം തീയതിക്ക് മുൻപായി നിക്ഷേപിക്കേണ്ടതാണ്. എതിർകക്ഷിക്ക് തന്റെ മൈനർ കുട്ടികളെ എല്ലാ മാസവും 2ാമത്തെയും 4ാമത്തെയും ഞായറാഴ്ച രാവിലെ 10 മണി മുതൽ വൈകിട്ട് 5 മണി വരെ തന്നോടൊപ്പം കൂട്ടിക്കൊണ്ടുപോയി താമസിപ്പിക്കുന്നതിന് ഇരു കക്ഷികളും സമ്മതിച്ചിരിക്കുന്നു. കുട്ടികളെ വാദിയുടെ താമസ സ്ഥലത്തിനടുത്തുള്ള വട്ടംകുളം തൈക്കാട് ഹെൽത്ത് സെന്ററിൽ വെച്ച് കൈമാറാനും ഇരു കക്ഷികളും സമ്മതിച്ചിരിക്കുന്നു. എന്ത് പറയുന്നു ലൈല? ഒപ്പിട്ടോ. വേറെ കാര്യങ്ങൾ ഒരു അപേക്ഷ കൂടി പറയാനുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഏതായാലും ഇപ്പോൾ ഇവിടുന്ന് ഒരു വ്യവസ്ഥയില്ല. ഈ വ്യവസ്ഥയിൽ തന്നെ നിൽക്കുക, അല്ലാണ്ട് എൻ്റെ പിന്നാലെ വന്നിട്ട് എന്നെ ശല്യം ചെയ്യാനും മറ്റുള്ള അതൊന്നും രണ്ടുപേരും ചെയ്യാൻ പാടില്ല. എല്ലാ തരത്തിലും നല്ല നിലയ്ക്ക് കഴിഞ്ഞു. ഇനി ഒറ്റ കാര്യമുള്ളൂ, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരാതെ നാട്ടുകാരെയും വീട്ടുകാരെയും മുമ്പിലും മാന്യമായിട്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിതം അവരവർ ഇഷ്ടപ്രകാരം ജീവിക്കുക. രണ്ടുപേരും ഇപ്പോഴും ഭാര്യ ഭർത്താക്കന്മാരല്ല. അതുകൊണ്ട് രണ്ടുപേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെയുള്ള ഒരു ബന്ധത്തിന്റെ പേരിൽ നിങ്ങൾ ചണ്ട കൂടണ്ട. അതെ, അതിപ്പോ രണ്ടുപേരും അത് മനസ്സിരുത്തണം. നിങ്ങൾക്കിപ്പോൾ ഒറ്റ റോളേ ഉള്ളൂ, കുട്ടികളുടെ അച്ഛൻ, കുട്ടികളുടെ അമ്മ, വേറൊന്നുമില്ല. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും ചിന്തിക്കേണ്ടത് ആ ആള് താങ്ങായിട്ട് ഈ കുട്ടികൾക്ക് നാളെ വേണ്ടി വരും. അതുപോലെ സുഹേറും വിചാരിക്കേണ്ടത് പെൺകുട്ടികളാണ്, അവർക്ക് പല പല കാര്യങ്ങൾ നമ്മൾ ആണുങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റാത്ത പല പല കാര്യങ്ങളുണ്ടാവും. അതിനൊക്കെ ആ കുട്ടികളുടെ അമ്മ വേണം. ഇത് മനസ്സിലാക്കിക്കൊണ്ട് വേണം പെരുമാറാൻ. അല്ലാതെ എന്നെ ധിക്കരിച്ച ഒരു സ്ത്രീയാണെന്നും എന്നെ വാശി പിടിച്ച് അത് ചെയ്തതാണ് ഇത് ചെയ്തതാണെന്ന് ആ രീതിയിലുള്ള ചിന്താഗതി അല്ല ഇനി വേണ്ടത്. കാരണം ഇനി പിരിഞ്ഞു കഴിഞ്ഞല്ലോ, നിങ്ങൾക്ക് വേറെ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഞാൻ മോളോട് നേരത്തെ പറഞ്ഞ പോലെ കമ്പാരിസൺസ് വേണ്ട. നിങ്ങൾ നിങ്ങളുടെ ജീവിതം ജീവിക്കുക. അയാളുടെ ഭാര്യയ്ക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു എന്ന് നിങ്ങൾ അറിയേണ്ട കാര്യമില്ല. ദുർഭാഗ്യവശാൽ അയാൾ നിങ്ങൾക്ക് വേണ്ടി പലതും ചെയ്തിട്ടില്ല നിങ്ങൾ അയാളുടെ കൂടെ ജീവിക്കുന്ന കാലത്ത്. എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ ആയിപ്പോയി, കഴിഞ്ഞു. ഇനിയിപ്പോൾ അത് ചൊല്ലി പ്രയോജനമില്ല.
അത് പറഞ്ഞു പറഞ്ഞ് അയാളുടെ ജീവിതവും ഇല്ല, വളരാൻ പോണ ആ കുട്ടിയുടെ ജീവിതവും നിങ്ങളുടെ കുട്ടികളുടെ ജീവിതവും ഇതിട്ട് കാര്യമില്ല. നന്നായിട്ട് നമുക്കിവിടെ ആയില്ല. അതെ. പിന്നെ ലൈല ഇപ്പോഴും ആദ്യത്തെ ആ ബന്ധം നിലനിൽക്കുകയാണ്, ആദ്യ ഭർത്താവുമായിട്ടുള്ള. അയാളുടെ നിയമപരമായിട്ടുള്ള ഭാര്യയാണ് നിങ്ങൾ ഇന്നും. ആ ബന്ധം തുടർന്നു പോകാൻ ആഗ്രഹമില്ലെങ്കിൽ അത് കോടതി മുഖേന ഡൈവോഴ്സ് ഒപ്പി കൊടുത്ത് ആ ബന്ധം ഡൈവോഴ്സ് ഒഴിവാക്കുകയാണെങ്കിൽ നല്ലതാണ്. നാളെ നിങ്ങളുടെ ഭാവിക്കും അത് നല്ലത്, അവർക്കും അതൊരു നന്മയായിരിക്കും. ഇപ്പൊ നിങ്ങൾ അനുഭവിക്കുന്ന ആ ഒരു പ്രശ്നം എന്താണ്? ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ നിങ്ങളല്ല ഭാര്യ, സുഹൈറിന്റെ ഭാര്യ നിങ്ങളല്ല. ഇപ്പോൾ രണ്ടാമത് ഇപ്പം അയാളുടെ ആരാണോ കല്യാണം കഴിച്ചിരിക്കുന്നത് അവരാണ് എല്ലാറ്റിനും അവകാശം. വയനാട്ടിൽ നിന്ന് കല്യാണം കഴിച്ചത് ഇങ്ങനെ തന്നെയാണ്. അത് അയാളുടെ കാര്യമല്ല പറഞ്ഞത്, നിങ്ങളുടെ കാര്യം പറഞ്ഞ. അയാൾ ഏത് വഴിക്കാ പോട്ടെ, നിങ്ങളുടെ കാര്യമാണ് പറഞ്ഞത്. നിയമപരമായി നിങ്ങൾ ഇന്ന് മറ്റൊരാളുടെ ഭാര്യയാണ്. ആ ബന്ധം, നിങ്ങളുടെ ആദ്യത്തെ ഭർത്താവുമായിട്ടുള്ള ബന്ധം ഇന്നും നിലനിൽക്കുക. അയാളുടെ ഭാര്യയായിട്ട് ഇന്നും നിങ്ങൾ നിലനിൽക്കുക. ആ ബന്ധം വേണ്ടാന്നുണ്ടെങ്കിൽ അത് കോടതി മുഖേന ഡൈവോഴ്സ് ഒപ്പി കൊടുത്തിട്ട് ബന്ധം വേർപെടുത്താനാണ് നിങ്ങൾക്ക്, വേർപെടുത്തിയാലും നിങ്ങൾക്ക് നല്ലത്. സുരക്ഷ. ആസ് എ ജുഡീഷ്യൽ മെമ്പർ, ലൈല തൻ്റെ കുട്ടികൾക്ക് പിതാവിൽ നിന്നും ചെലവിന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ അദാലത്തിനെ സമീപിച്ചത്. നമുക്ക് രണ്ടു കൂട്ടരുടെയും തർക്കങ്ങൾ രമ്യമായി പരിഹരിക്കാൻ കഴിഞ്ഞു. കുഞ്ഞുങ്ങൾക്ക് മെയിൻ്റനൻസ് കൊടുക്കാമെന്ന് ആ കുട്ടിയുടെ അച്ഛനായ സുഹൈർ സമ്മതിച്ചു. ലൈലയ്ക്കും അത് സമ്മതമാണ്. പിന്നെ കുട്ടികളുടെ കസ്റ്റഡിയോ വിസിറ്റേഷൻ റൈറ്റ്സോ ഇവിടെ ചോദിച്ചിരുന്നില്ല എങ്കിൽ തന്നെയും നമ്മൾ ആ കുട്ടികളുടെ ഭാവിയെ കരുതി, അവരുടെ സംരക്ഷണയെ കരുതി സുഹൈറിനോട് ആ കുഞ്ഞുങ്ങളെ കാണണമെന്നും അവരെ വീട്ടിൽ കൂട്ടിക്കൊണ്ടുപോയി മാസത്തിൽ 2 ദിവസം സംരക്ഷിച്ച് അവർക്ക് വേണ്ടുന്ന സഹായങ്ങളും കുട്ടികളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കണമെന്നും നിർദ്ദേശിക്കുകയും സുഹൈർ അത് സന്മനസ്സോടെ അംഗീകരിക്കുകയും ചെയ്തു. അതിൽ ഞങ്ങൾക്കെല്ലാം വളരെ സന്തോഷമുണ്ട്. ആ കുഞ്ഞുങ്ങൾ നന്നായി വളരണം, അവരെ നല്ല ഉത്തമ പൗരന്മാരായി വളർത്തിയെടുക്കേണ്ട ചുമതല അച്ഛനും അമ്മയ്ക്കും ഉണ്ട്. അതിൽ നിന്ന് നിങ്ങൾ ഒരു പടിയും പിന്നോട്ട് പോകരുത്. ആ കുഞ്ഞുങ്ങളുടെ സുരക്ഷയായിരിക്കണം നിങ്ങളുടെ ലക്ഷ്യം. നിങ്ങളുടെ ഒന്നിച്ചു പോക്ക് ഇനി നടക്കില്ല. സുഹൈർ വേറൊരു ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞു. ലൈലയും നിയമപരമായി മറ്റൊരാളുടെ ഭാര്യയാണ്. അതുകൊണ്ട് നിങ്ങൾ തമ്മിൽ ഇനി ഒന്നിച്ച് ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കുന്ന കാര്യമില്ല. തുടർന്ന് കുഞ്ഞുങ്ങളുടെ ഭാവിയെ കരുതി നിങ്ങൾ നല്ലവരായി ജീവിക്കുക, അവരെ സംരക്ഷിക്കുക. ആസ് അഡ്വക്കേറ്റ് മെമ്പർ, അതാ മാഡം പറഞ്ഞ നിയമപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മളിവിടെ തീർപ്പാക്കി രണ്ടുപേരുടെ സമ്മതപ്രകാരം. അതിനപ്പുറം പറയാനുള്ള 2 മിടുക്കളാണ്. ഞങ്ങൾ കുട്ടികളോട് സംസാരിച്ചു. എന്ത് മിടുക്കരായ 2 കുട്ടികളാണ്. രണ്ടും പഠിക്കാനും വലിയ താല്പര്യം. രണ്ടുപേരും ടീച്ചറാവണോ, രണ്ടുപേർക്കും സ്കൂൾ ടീച്ചറാവണമെന്ന് ഞങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞത്. 2 ആളും ഞങ്ങൾക്ക് ടീച്ചറായി കുട്ടികളെ പഠിപ്പിക്കണമെന്ന്. അപ്പോൾ അവർക്ക് ഉള്ളിൽ ഉള്ള ആഗ്രഹം, ആ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ നിങ്ങളിവിടെ നിന്ന് തുകയോ മെയിൻ്റനൻസോ ഒന്നും മനസ്സിൽ കണക്ക് കൂട്ടരുത്. ആ ആഗ്രഹങ്ങളിലേക്ക് എത്തിക്കാൻ നമ്മളാൽ എങ്ങനെ കഴിയുമെന്നുള്ള ചിന്ത സുഹൈറിനുണ്ടാവുക. രണ്ടുപേരും കൂടി അതിനുള്ള ശ്രമങ്ങൾ തുടങ്ങുക. നാളേക്ക് ഇന്ത്യക്ക് നമുക്ക് ഭാവി വാഗ്ദാനങ്ങൾ ഈ കുട്ടികളാണ്. അവരെയൊക്കെ അങ്ങനെ ആക്കിയെടുക്കാനുള്ള നിങ്ങളുടെ ഭാഗത്തുള്ള ശ്രമം ഉണ്ടാവണം. അച്ഛനും അമ്മയ്ക്കും കൂടെ മാത്രമേ സാധിക്കുള്ളൂ. രണ്ടിനോട് അത് ചെയ്യുക, നല്ല കുട്ടികളായിട്ട് അവരെ വളർത്തുക, ഇന്ത്യക്ക് നല്ല കുട്ടികളെ സംഭാവന ചെയ്യുക. അതിന് ദൈവം സഹായിക്കട്ടെ, സർവീസിന് നിങ്ങളെ സഹായിക്കട്ടെ. മനസ്സാണ് എല്ലാത്തിൻ്റെയും ഖേദം. ആ മനസ്സ് ശരിക്ക് നല്ല ചിന്തയിലൂടെ സഞ്ചരിച്ചാൽ എല്ലാം നല്ലതായിട്ടേ ഭവിക്കുള്ളൂ. ഇത് ഏത് മതത്തിലായാലും ഇത് തന്നെയാണ് നമ്മളുടെ പ്രവാചകർ പറഞ്ഞു തരുന്നത്. മനസ്സിനെ നന്നാക്കുക എന്നുള്ളതാണ്. ആ മനസ്സ് നന്നാവുമ്പോൾ നമ്മൾ സ്വയമേ നന്നാവും. ആ നല്ല ചിന്തകൾ വരുമ്പോൾ നമുക്ക് എല്ലാം നന്നതായിട്ടേ കാണാൻ പറ്റുള്ളൂ. നമ്മളെല്ലാം നന്നായി കാണുമ്പോൾ അവർ നമ്മളെ കാണുന്നതും നന്നായിട്ടായിരിക്കും. അപ്പോൾ പൊതുവേ ജീവിതം നന്നായി. സോഷ്യൽ വർക്കർ, ഇവിടെ നമ്മൾ 2 മാരേജ് കഴിഞ്ഞ് പിരിഞ്ഞ 2 പേരെയാണ് വാസ്തവത്തിൽ നമ്മളിവിടെ ഇരുത്തി സംസാരിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മുടെ മുമ്പിൽ വന്നത് ഒറ്റ കാര്യമുള്ളായിരുന്നു, അമ്മയും അച്ഛനും. ഭാര്യയും ഭർത്താവൊന്നും അങ്ങനെയൊന്നും വന്നില്ല. ഞങ്ങളുടെ മുമ്പിൽ ആകെ കണ്ടിരുന്നത് ഒറ്റ കാര്യമുള്ളൂ, നിങ്ങൾക്ക് 2 പെൺകുട്ടികളുണ്ട്, ആ 2 പെൺകുട്ടികളെ ഞങ്ങൾ കാണും. രണ്ടായി അഡ്വക്കേറ്റ് മെമ്പർ പറഞ്ഞ പോലെ വളരെ മിടുക്കികളായിട്ട് പഠിച്ച് ഇതിലൊന്നും പെടാതെ നല്ല സന്തോഷമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അതിന് അമ്മയ്ക്ക് ഞങ്ങളൊരു 100 മാർക്ക് തരുന്നു. കാരണം ആ കുട്ടികളെ ഇത്രയും നല്ല മിടുക്കികളായിട്ട് വളർത്തിക്കൊണ്ട് വരുന്നത്. ഇനിയും അങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ. ഞങ്ങൾ അച്ഛനെ വിളിച്ചിട്ട് കാണിക്കുകയും ചെയ്തു ആ കുട്ടികളെ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ സുബൈറിന് മനസ്സിലായി സുബൈറിൻ്റെ മക്കൾ എത്ര ഭംഗിയായിട്ടാണ് വളർന്നത്. അപ്പോൾ ആ രീതിയിൽ അവരുടെ അമ്മ വളരെ നീതിപൂർവമായിട്ട് തന്നെയാണ് പെരുമാറിയിട്ടുള്ളത്. മനസ്സിലായില്ലേ? അതുപോലെ തന്നെ സുബൈർ മാറി നിന്നുകൊണ്ട് തന്നെ
അച്ഛൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് അതേ നീതിപൂർവ്വം ആ കുഞ്ഞ്, ഇപ്പം അച്ഛനും അമ്മയെ മാത്രമേ ഞങ്ങളുടെ മുമ്പിലുള്ളൂ, ബാക്കിയെല്ലാം നിങ്ങൾ നേരത്തെ തന്നെ തീരുമാനിച്ച് ഇവിടെ വന്നിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് വേറെ ഒന്നും വാശികളൊക്കെ മാറ്റി വെച്ചുകൊണ്ട് നിങ്ങളുടെ കുട്ടികൾ നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും നല്ല മിടുക്കരായിട്ട് വളരുകയും നാളെ നിങ്ങളിപ്പോൾ സംഭവിച്ച കുറേ പ്രശ്നങ്ങൾ ആ കുട്ടികൾക്ക് വരാതിരിക്കണമെങ്കിൽ ആ കുട്ടികൾക്ക് നല്ല ഉന്നത വിദ്യാഭ്യാസം വേണം, അവർക്ക് ജോലി വേണം, അവരുടെ ആ അറിവും എല്ലാം കൂട്ടാനായിട്ട് നിങ്ങൾ ഈ വാശി വെച്ച് ആ കുട്ടികളുടെ ജീവിതത്തിൽ യാതൊരു പോറലും ഏൽപ്പിക്കരുത്. അവർക്ക് അറിയാനേ പാടില്ല അച്ഛനും അമ്മയും ഇങ്ങനെ പിരിഞ്ഞതുകൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് നഷ്ടപ്പെട്ടു എന്ന് മാനസികമായിട്ട് അവർക്ക് വിഷമം വരാത്ത രീതിയിൽ രണ്ടുപേരും അതിനു വേണ്ടിയിട്ട് അമ്മയും അച്ഛനുമായിട്ട് പ്രവർത്തിക്കുക. ഓക്കെ, ഇതൊക്കെ നടക്കുന്നുണ്ട്, ഒരുപാട് കേസസ് ഇങ്ങനെ നടക്കുന്നുണ്ട്. പക്ഷെ അപ്പോൾ അവിടെയൊക്കെ കുട്ടികൾ അതിൻ്റെ തിക്തഫലങ്ങൾ അനുഭവിച്ച് വളരാൻ ഒരു സാഹചര്യം ഉണ്ടാക്കാതെ നോക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. ആ കടമയാണ് നമ്മളിപ്പോൾ ഇവിടെ നിറവേറ്റിയിരിക്കുന്നത്. നിങ്ങളുടെ കുട്ടികൾക്ക് നല്ലൊരു ഭാവി ഉണ്ടാവട്ടെ, നിങ്ങൾ ഓരോരുത്തർക്കും നല്ല ജീവിതം ഉണ്ടാവട്ടെ എന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. സംഭവിച്ചൊക്കെ സംഭവിച്ചു, ഇനി മുതൽ പുതിയ ചിന്താഗതിയോടുകൂടെ നിങ്ങൾ കുട്ടികളെ വളർത്താൻ രണ്ടുപേരും ശ്രമിക്കുക. ഓക്കെ, നല്ലത് വരട്ടെ. എല്ലാവരും പറയുന്നത് കേട്ടല്ലോ. ഇതേ വേദിയിൽ തന്നെ കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് ഒരു 8 വർഷമായിട്ട് പിരിഞ്ഞ് നിന്ന ഭാര്യയും ഭർത്താവും ഒന്നിക്കലുണ്ടായി. അപ്പോൾ മകന് അന്ന് 13 വയസ്സോ മറ്റാ ഞങ്ങളിവിടെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ആ കുട്ടിയോട് ഞങ്ങൾ ചോദിച്ചു, അച്ഛനെ പറ്റി അമ്മ എന്താ പറഞ്ഞതെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ ഞെട്ടിപ്പോയി. അച്ഛൻ എന്തോ മഹാനെന്നുള്ള പോലെയാണ് ആ അമ്മ പറഞ്ഞു പഠിപ്പിച്ചു കൊടുത്തിരിക്കണേ. അച്ഛനെ കാത്തിരിക്കുന്ന ഒരു മകൻ. അമ്മ അത്ര കേമായിട്ടാണ് ആ അച്ഛനെ കുറിച്ച് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ അവരെ ഞങ്ങൾക്ക് ഒരുമിപ്പിക്കാൻ കഴിഞ്ഞു. ആ സ്ത്രീ ആകപ്പാട് ഒരു കാര്യം എന്നോട് ആവശ്യപ്പെട്ടുള്ളൂ. 8 വർഷമായിട്ട് ഞാൻ പിരിഞ്ഞത്. അയാൾ വേറെ ഭാര്യ കല്യാണം കഴിച്ചു അങ്ങനെയൊന്നുമില്ല. അയാൾ കുറച്ച് പൈസ അച്ഛൻ്റെ അടുത്തുനിന്ന്, സ്വന്തം അച്ഛൻ്റെ അടുത്തുനിന്ന് തന്നെ എടുത്തുകൊണ്ട് പോയതാണ്. കുറച്ച് നാട് കറങ്ങാൻ വേണ്ടി പൈസയും കൊണ്ട് പോയതാണ്, അത്രയേ ഉള്ളൂ. വേറെ അയാൾ തെറ്റായ രീതിക്കൊന്നും പോയിട്ടില്ല. പക്ഷെ ആ അമ്മ ചോദിച്ചത്, ഇനി എനിക്ക് അയാളുമായിട്ട് ഭാര്യയായിട്ട് കഴിയണം എന്നുണ്ടെങ്കിൽ എനിക്ക് ഇത്തിരി സമയം വേണം. എന്നിട്ട് രണ്ടാമത് അവർക്കൊരു വിവാഹം നാട്ടുകാരെല്ലാം കൂടെ ചേർത്തി നടത്തി. എന്നിട്ട് അവരിപ്പോൾ വളരെ സന്തോഷമായിട്ട് ജീവിക്കണം. ഇപ്പോൾ 5-6 കൊല്ലമായി ആ എപ്പിസോഡ് കഴിഞ്ഞിട്ട്. അപ്പോൾ ഇതൊക്കെ നടക്കണ കാര്യങ്ങളാണ്. ഇതിനെല്ലാത്തിനും ഞാനിത് പറയാൻ കാരണം എന്ന് വെച്ചാൽ മനസ്സാണ് എല്ലാത്തിൻ്റെയും ഹേതു. ആ മനസ്സ് ശരിക്ക് നല്ല ചിന്തയിലൂടെ സഞ്ചരിച്ചാൽ എല്ലാം നല്ലതായിട്ടേ ഭവിക്കുള്ളൂ. ഇത് ഏത് മതത്തിലായാലും ഇത് തന്നെയാണ് നമ്മളുടെ പ്രവാചകർ പറഞ്ഞു തരുന്നത്. മനസ്സിനെ നന്നാക്കുക എന്നുള്ളതാണ്. ആ മനസ്സ് നന്നാവുമ്പോൾ നമ്മൾ സ്വയമേ നന്നാവും. ആ നല്ല ചിന്തകൾ വരുമ്പോൾ നമുക്ക് എല്ലാം നന്നതായിട്ടേ കാണാൻ പറ്റുള്ളൂ. നമ്മളെല്ലാം നന്നായി കാണുമ്പോൾ അവർ നമ്മളെ കാണുന്നതും നന്നായിട്ടായിരിക്കും. അപ്പോൾ പൊതുവേ ജീവിതം നന്നായി പോകും. ഇതെല്ലാ മതത്തിലും പറയുന്നതാണ്. നിങ്ങളുടെ ഖുറാനിലുണ്ട്, ക്രിസ്ത്യൻസിൻ്റെ ബൈബിളിലുണ്ട്, ഞങ്ങളുടെ ഗീതയിലുണ്ട്, എല്ലാത്തിലും ഒന്നേ. കാരണം അങ്ങേയറ്റം എത്തിയവർക്ക് ഒന്നേ പറയാനുള്ളൂ, ഒരു സത്യമേ ഉള്ളൂ. അത് മനസ്സിലാക്കി മനസ്സിനെ നല്ല നിലയ്ക്ക് ഒരു ചിട്ടപ്പെടുത്തി മനസ്സിനെ നന്നാക്കി എല്ലാം നന്നായിട്ട് ആരെപ്പറ്റിയും കുറ്റം പറയാതെ, ആരെപ്പറ്റിയും കൽമഷനൊന്നുമില്ലാതെ, ദുഷ്ടചിന്തകളില്ലാതെ നമ്മളുടെ മനസ്സ് നന്നായിപ്പോയാൽ നിങ്ങൾക്കെല്ലാം നല്ലത് തന്നെ നടക്കും. എല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ നന്നായി നടക്കട്ടെ. അല്ലാഹു എല്ലാ അനുഗ്രഹവും നിങ്ങൾക്ക് തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ എഴുതിയും അറിയിക്കാം. വിലാസം: പ്രൊഡ്യൂസർ, കഥയല്ലത് ജീവിതം, അമൃത TV, ഇടഗ്രാമം, കരുമം PO, തിരുവനന്തപുരം 2. ഇമെയിൽ: ജീവിതം@amritatv.com.